ഹലോ എവരി വൺ, ലോജിക് ലോഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CPA ക്വാളിഫൈഡ് ആയിട്ടുള്ള സന്ദീപ് ഭായ് ആണ്. സോ അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രി ഇൻ അക്കൗണ്ടിങ് അടിച്ചു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് CPA ആയിരിക്കും. CPA ഉണ്ടെങ്കിൽ നമുക്ക് വേറെ CA കോഴ്സസ് കിട്ടാം. ഇപ്പോൾ CPA ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ഒക്കെ ആണെങ്കിലും ഒരു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ CPA കിട്ടും. ഇന്ത്യയിലാണെങ്കിൽ അത് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. സോ ചാൻസസ് ആർ മോർ. ഫിനാൻസിൽ തന്നെ നമുക്ക് കുറെ കൺട്രോളർഷിപ്പ് ഉണ്ട്, ഇന്റർണൽ ഓഡിറ്റ് ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, ടാക്സ് ഉണ്ട്, FP&A ഉണ്ട്, ARIP, ഇങ്ങനെ കുറെ ഇതുണ്ട്. സാറാണോ ഏറ്റവും ടഫ്, ഫ്രഗ് ആണോ ടഫ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റും ടഫ് അല്ല. ഇപ്പൊ സിമുലേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യൻസിനെ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നം. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ നമ്മളെ BCom ആണെങ്കിലും സ്കൂളിലാണെങ്കിലും അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സിമുലേഷൻ ആണ് ഏറ്റവും വലിയ ടഫ്. ആക്ച്വലി സിമുലേഷൻ ഈസ് വെരി ഈസി. ഫ്രഷേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ അറൌണ്ട് 8 to 10 സ്റ്റാർട്ടിങ് കിട്ടും. പ്ലസ് നമുക്ക് റിലവന്റ് എക്സ്പീരിയൻസ് ടു ഗോ CPA ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാഗ് വന്നു. പിന്നെ ദ റോഡ് ഇൻ ഫ്രണ്ട് ഇസ് വെരി ഈസി ഫോർ യു. ഹലോ സർ, സന്ദീപ്, ആക്ച്വലി നമുക്ക് CA, ACCA പോലെയുള്ള ഇന്റർനാഷണൽ കോഴ്സസ് വേറെയും അവൈലബിൾ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് CPA പോലെയുള്ള ഒരു കോഴ്സസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം? നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രി ഇൻ അക്കൗണ്ടിങ് അടിച്ചു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് CPA ആയിരിക്കും. ഇറ്റ്സ് എ ഗ്ലോബലി അക്സെപ്റ്റഡ്, ഗ്ലോബലി അക്നോളജ്ഡ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിങ് ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ACCA ഉണ്ട്. CPA വെച്ച് നോക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയും പേപ്പർ നമുക്ക് എടുക്കണ്ട, ഒരു 4 പേപ്പേഴ്സേ ഉള്ളൂ. നമുക്ക് അത് നന്നായിട്ട് പഠിച്ച് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് എഴുതിയെടുക്കാന്നുള്ളത് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ബട്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ്. നമുക്ക് CPA ഉണ്ടെങ്കിൽ നമുക്ക് വേറെ CA കോഴ്സസ് കിട്ടാം. ഇപ്പോൾ CPA ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ഒക്കെ ആണെങ്കിലും ഒരു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ CPA കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് CPA, ലെറ്റ്സ് ഗോ ഫോർ CPA. ആൻഡ് ഇന്ത്യയിലാണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. സോ ചാൻസസ് ആർ മോർ ആണ്. പിന്നെ എങ്ങനെയായിരുന്നു സാർ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഇപ്പൊ എത്ര അറ്റംപ്റ്റ് എടുത്തിട്ടാണ്? പൊതുവേ നമ്മൾ എക്സാം ഫീസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എത്ര അറ്റംപ്റ്റ് എടുത്തിട്ടാണ് ഈ എക്സാംസ് ഒക്കെ ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്? ഐ വാസ് ആക്ച്വലി വെരി ഫോർച്ചുനേറ്റ്. എനിക്കത് ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. 4 പേപ്പറും ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ യെസ്, അത് പറഞ്ഞ പോലെ എക്സാം ഫീസ് കൂടുതലാണ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. അപ്പോൾ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷെ നമ്മുടെ ആ ഒരു എഫേർട്ടും നമ്മുടെ ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അത് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് നമ്മളത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ 4 പേപ്പറും ഒരു വർഷത്തിൽ ക്ലിയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സുഖമായിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. സന്ദീപ്, എത്ര ടൈം എടുത്തിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്? ലൈക്ക് ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു, പക്ഷെ എത്ര ഡ്യൂറേഷൻ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്? കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്, ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ അത് ചോദിക്കാൻ വരികയായിരുന്നു. ഇപ്പൊ ഓൾറെഡി വർക്കിംഗ് ആയിരുന്ന സമയത്താണല്ലോ ഈ CPA എന്നുള്ളൊരു പ്രൊഫഷൻ എടുത്തത്. സോ ഇപ്പോൾ നോർമലി CPA മാത്രമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കും ഭയങ്കര കോംപ്ലിക്കേഷൻസ് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് വർക്കിന്റെ കൂടെ ഇതും കൂടെ ബാലൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നത്? ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ വീക്ക് ഡേയ്സിൽ ഒരു 1 hour ഇതിന് പഠിക്കാറുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡ്സിൽ 6 to 7 hours എല്ലാം അടച്ചുപൂട്ടിയിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തു, ബിക്കോസ് വർക്കിനും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു 2.5 years എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു പേസ് ഉണ്ട്. അങ്ങനെ 18 months ഇതുണ്ടെങ്കിലും നമുക്ക് അതൊരു എന്താ പറയുക, നമ്മുടെ പേസിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇതുണ്ട്. എനിക്ക് ആക്ച്വലി ഐ വാസ് വെരി ലക്കി, ബിക്കോസ് എനിക്ക് 2024 ആയപ്പോഴത്തേക്കും എന്റെ ക്രെഡിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയായിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിരുന്നു. അത് അഡ്വാൻറ്റേജ് 18 months ആണെങ്കിൽ നമുക്ക് 18 months കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് ആ ഒരു ലീവ് ഉള്ളത് കൊണ്ട് മാത്രം ഐ ടുക്ക് സം മോർ ടൈം. ഇപ്പോ പറഞ്ഞല്ലോ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. സോ അപ്പോൾ CPA എന്നുള്ള സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്നുള്ള ഒരു പ്രൊഫഷൻ കൂടെ കിട്ടിയതിന് ശേഷം വർക്കിൽ അതെങ്ങനെയൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയിരുന്നത്? ഇപ്പൊ വർക്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ചെയ്യുന്ന FP&A എന്നൊരു പ്രാക്ടീസ് ആണ്. അപ്പോൾ എനിക്ക് CPA എന്നുള്ളൊരു റെക്കഗ്നീഷൻ കിട്ടിയതോടെ എനിക്ക് കുറെ അവന്യൂസ് ഓപ്പൺ ആയി ഇൻ ഫിനാൻസ്. ലൈക്ക് എനിക്ക് ഫിനാൻസിൽ തന്നെ നമുക്ക് കുറെ കൺട്രോളർഷിപ്പ് ഉണ്ട്, ഇന്റർണൽ ഓഡിറ്റ് ഉണ്ട്, ഓഡിറ്റിംഗ്
അക്കൗണ്ടിങ് ഉണ്ട്, ടാക്സ് ഉണ്ട്, FP&A ഉണ്ട്, ARIP, ഇങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ എനിക്ക് CPA എന്നുള്ളൊരു റെക്കഗ്നീഷൻ കിട്ടിയപ്പോൾ എനിക്കൊരു ഒരു അവന്യൂ ഓപ്പൺ ആയി. അതായത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. എനിക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും പ്രോസസ്സ് പഠിക്കണമെങ്കിൽ എനിക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു അവന്യൂ നമുക്ക് ഓപ്പൺ ആയി. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാൻസ് നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ ഇറ്റ് ഓൾവേസ് കംസ് വിത്ത് മോണിറ്ററി ബെനിഫിറ്റ്സ്. അപ്പോൾ CPA ആണെങ്കിൽ നമുക്ക് യു വിൽ ഗെറ്റ് ദോസ് ആയപ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദോസ് മോണിറ്ററി ബെനിഫിറ്റ്സ്. സോ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ ലോജിക്, ഇപ്പൊ CPA എന്നുള്ള ഒരു ജേർണിയിലേക്ക് എങ്ങനെയാണ് ലോജിക്കിലേക്ക് വന്നത്, എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ലോജിക്കിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയായിരുന്നു എന്ന്? ആക്ച്വലി ഞാൻ ഇവിടെ BCom ചെയ്തതാണ്. ഞാൻ 3rd ബാച്ച് ആയിരുന്നു BComന്റെ 2011 to 14. അപ്പൊ അന്ന് തൊട്ട് ലോജിക്കിന്റെ ട്രസ്റ്റ് എനിക്കുണ്ട്. ഐ ട്രസ്റ്റ് ഇൻ ലോജിക്. സന്തോഷ് സാർ ആണെങ്കിലും ഐ ഹാവ് സോ മച്ച് ട്രസ്റ്റ് ഇൻ ദിസ് മാനേജ്മെന്റ്. അപ്പോൾ CPA എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ആക്ച്വലി ഞാൻ MBA ചെയ്തിട്ട് നെക്സ്റ്റ് എന്തെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ CPA എന്ന് പറഞ്ഞത് സന്തോഷ് സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടുത്തെ മാനേജ്മെന്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ആ ഒരു ട്രസ്റ്റിൽ ഞാൻ CPA ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. ഹാവ് ടു ഗോ വിത്ത് ലോജിക്. ബിക്കോസ് നമുക്ക് ആ ഒരു ട്രസ്റ്റ് അന്ന് തൊട്ടുള്ള 11-12 ഇയേഴ്സിന്റെ ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നോ സെക്കൻഡ് തോട്ട്സ്, ജസ്റ്റ് ഇപ്പോ CPAസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫ്യൂച്ചർ ആസ്പിറൻസിന് എന്താണ് സന്ദീപ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ ലൈക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയാനായിട്ട് എന്തായിരിക്കും? ഫോക്കസ് ഓൺ കൺസെപ്റ്റ് ക്ലാരിറ്റി. നമ്മൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് CPAക്ക് വേണ്ടത്. എക്സാമിലും അവര് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ പുറകിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് അവർ ചോദിക്കുന്നത്. ആ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഒരു പേപ്പർ ഇപ്പൊ ചെറിയ ചോദിക്കാനുണ്ട്, ഫാറാണോ ഏറ്റവും ടഫ്, ബെക്കാണോ, ബെക്കിപ്പില്ല, ഇതാണോ ഏറ്റവും ടഫ്, റെഗ് ആണോ ടഫ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റും ടഫ് അല്ല. അപ്പോ നമ്മളൊരു സിമുലേഷൻ, ഇപ്പൊ സിമുലേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യൻസിനെ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നം. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ നമ്മളെ BCom ആണെങ്കിലും സ്കൂളിലാണെങ്കിലും അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ സിമുലേഷൻ ആണ് ഏറ്റവും വലിയ ടഫ്. ആക്ച്വലി സിമുലേഷൻ ഇസ് വെരി ഈസി ഇൻ ദ സെൻസ് ഇഫ് യു ഹാവ് പ്രോപ്പർ കൺസെപ്റ്റ് ക്ലാരിറ്റി യു ക്യാൻ ഈസിലി ക്രാക്ക് ഇറ്റ്. അപ്പോ ഫോക്കസ് ഓൺ കൺസെപ്റ്റ്സ്. അല്ലാതെ നമ്മൾ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ തന്നെ വരും. അപ്പൊ നമുക്ക് ആ അതിന്റെ പുറകെയുള്ള കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ഓൺ കൺസെപ്റ്റ്സ്, അതാണ് മെസ്സേജ്. ഇപ്പോൾ ഒരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി സ്കെയിലൊക്കെ എത്രയായിരിക്കും? അത് ഡിപ്പെൻസ്. നമുക്ക് ഫ്രഷർ ആണോ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഫ്രഷേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, എനിക്ക് ഐ കനോട്ട് വൗച്ച് ഫോർ ഇറ്റ്, ബട്ട് ഞാൻ മനസ്സിൽ കോൺവെർസേഷൻസ് വന്നത് അറൌണ്ട് 8 to 10 സ്റ്റാർട്ടിങ് കിട്ടും. പിന്നെ ഫ്രഷേഴ്സിന് പ്ലസ് നമുക്ക് ഇഫ് യു ഹാവ് റിലവന്റ് എക്സ്പീരിയൻസ് ഇറ്റ് വിൽ ഗോ ഈവൻ. ഇപ്പോൾ ഹണിവെല്ലിൽ തന്നെ നമുക്ക് എന്ത് പ്രൊഫഷണൽ ചെയ്ത് കഴിഞ്ഞാലും, പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ CPA SSC നമുക്ക് അപ്പം തന്നെ പ്രൊമോഷൻ ഉറപ്പാണ്. അങ്ങനെ ഓരോ പ്രാക്ടീസിലും. അപ്പോൾ ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ മോണിറ്ററി ബെനിഫിറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇന്നത്തെ നമ്മളല്ല നോക്കുന്നത്, നമ്മൾ ലോങ് ടേം. അപ്പൊ നമ്മൾ CPA എന്നുള്ള ഒരു ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാഗ് വന്നു. പിന്നെ ദ റോഡ് ഇൻ ഫ്രണ്ട് ഇസ് വെരി ഈസി ഫോർ യു. ആ ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലോജിക്ക് ഇപ്പൊ ഇതിന്റെ 20 years ആയിട്ട് നമ്മൾ ഈ ഒരു അക്കാഡമിക് കരിയർ തന്നെയാണ്. 20 years ഈ ഒരു ആസ് എ ലോജിക് അലൂമിനി എന്താണ് സന്ദീപിന് ഇപ്പം വരുന്ന ഫ്യൂച്ചർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് പറയാനുള്ളത്? ഫീലിംഗ് വെരി പ്രൗഡ്. അതായത് നമ്മൾ വന്ന സമയത്ത്, നമ്മൾ BCom പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു. നമ്മൾ ഇത്രയും വളർന്നു, ഇത്രയും പിള്ളേരായിട്ട് അസോസിയേറ്റഡ്, ഇത്രയും പിള്ളേരെ ഇറ്റ്സ് ബീൻ എ ലോഞ്ചിങ് പാഡ് ഫോർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. കുറെ സ്ഥലത്ത് കുറെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള കുറെ അലുമിനി ഉണ്ട്. അപ്പോ അത് ചെയ്യുന്ന അങ്ങനെ നമ്മൾ ഇത്രയും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു പാർട്ട് ആൻഡ് പാർസൽ, നമ്മുടെ കരിയറിന്റെ തന്നെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആവാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിൽ, എനിക്ക് അസോസിയേറ്റ് ആയതിൽ ഐ എം വെരി പ്രൗഡ്.